നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങുന്ന സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ. ഗായിക അഭയ ഹിരൺമയുമായി ലിവിംഗ് റിലേഷനിലായിരുന്നപ്പോൾ മുതൽ ഗോപി സുന്ദറിനെതിരെ വിമർശനങ്ങൾ വന്നിരുന്നു. ഒരു വർഷം മുൻപായിരുന്നു ഗായിക അമൃത സുരേഷുമായി ഗോപി സുന്ദർ ലിവിംഗ് റിലേഷൻ ആരംഭിക്കുന്നത്. ഇവർ വിവാഹിതരായെന്നും പറയുന്നുണ്ട്. താരങ്ങൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ സമീപകാലത്ത് വരുന്ന ചർച്ചകൾ പക്ഷേ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ളതാണ്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് പലപ്പോഴും ഗോപി സുന്ദറിന് നേരെ വിമർശനങ്ങൾ വരുന്നത്. ചില കമന്റുകൾക്ക് കുറിക്കൊള്ളുന്ന മറുപടികൾ ഗോപി സുന്ദർ നൽകാറുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടികൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഗോപി സുന്ദർ. ഏതെങ്കിലും പെൺകുട്ടിയൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്താൽ ഉടനെ തന്നെ സോഷ്യൽ മീഡിയ സദാചാര ആക്രമണവുമായി എത്തും. ട്രോളുകളും പരിഹാസങ്ങളും നിറയും. അടുത്തിടെ മയോനി അഥവാ പ്രിയ നായർ എന്ന യുവതിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചതിന് ശേഷം ഗോപി സുന്ദറിനും ആ പെൺകുട്ടിക്കും നേരിടേണ്ടി വന്ന സൈബർ ആക്രമണം അതിരൂക്ഷമായിരുന്നു. ഗോപി സുന്ദർ പുതിയ പ്രണയം കണ്ടെത്തി എന്ന പേരിലായിരുന്നു വിമർശനങ്ങളും ആക്രമണങ്ങളും. പിന്നീട് പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾക്ക് താഴെയെല്ലാം പല വിധത്തിലുള്ള മോശം കമന്റുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. സംഭവം അതിരു കടന്നപ്പോൾ ഗോപി സുന്ദർ പ്രതികരണവുമായി എത്തി. എന്റെ സ്വന്തം പെങ്ങളെ പോലെയോ മകളെ പോലെയോ കാണുന്ന ഒരാൾക്കൊപ്പം ഫോട്ടോ ഇട്ടാലും നീചമായ രീതിയിൽ ചിന്തിക്കുന്ന നിങ്ങളെ നമിച്ചു. നിങ്ങളൊക്കെ നന്നായി വരും, ദൈവം നിങ്ങളെ വാനോളം ഉയർത്തട്ടെ എന്നാണ് ഗോപി സുന്ദർ കുറിച്ചത്. എങ്കിലും പലരും വെറുതെ വിടാൻ ഒരുക്കമായിരുന്നില്ല. ഇതോടെ ഗോപി സുന്ദർ കമന്റ് ബോക്സ് ഓഫ് ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ കമന്റ് ബോക്സ് വീണ്ടും തുറന്നതോടെ വീണ്ടും കമന്റുകളുമായി എത്തുകയാണ് സോഷ്യൽ മീഡിയ. കോഴിക്കോട് നടക്കുന്ന ന്യൂ ഇയർ പരിപാടിയുടെ ഭാഗമാകാൻ ഞാനും വരുന്നുണ്ട്, എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞ് താരം പങ്കുവച്ച പുതിയ പോസ്റ്റിന് താഴെയാണ് കമന്റുകൾ നിറയുന്നത്. ദുബായ് മേളയിൽ ഒന്ന് പോയി നോക്കാമോ, ചിലപ്പോൾ അവിടെ കിട്ടും ഈ യൂസ് ആൻഡ് ത്രോ സാധനങ്ങൾ. മാമന്റെ അടുത്ത കല്യാണം എന്നാണ്? ഇന്ന് ഇരയൊന്നും കിട്ടിയില്ലേ? അടുത്ത ഇരയെ പിടിക്കാൻ ഇറങ്ങിയതാ കൊച്ചു കള്ളൻ പുരുഷു. ഇപ്പോ യുദ്ധം ഒന്നുമില്ലേ? നമ്മളെ ഷർട്ട് മാറുന്നത് പോലെയാണ് ഇങ്ങേര്. അടുത്ത വർഷം വേറെ ഇവൻ അധികം വൈകാതെ ഗിന്നസ് റെക്കോർഡിൽ സ്വന്തം പേര് എഴുതിപ്പിക്കാൻ സാധ്യതയുണ്ട് മോനെ. ചേട്ടനെയാണ് അക്ഷരം തെറ്റാതെ ഭാഗ്യവാൻ എന്ന് വിളിക്കേണ്ടത് എന്നൊക്കെയാണ് കമന്റുകൾ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഗോപി സുന്ദറിനെതിരെ വിമർശനവുമായി എത്തുന്നുണ്ട്. അയാളുടെ കൂടെ കഴിഞ്ഞ ഒരു പെണ്ണും അയാളെ പറ്റി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല, പറയാനുള്ള യോഗ്യത കാണില്ല, അതുപോലെ സെറ്റിൽ ചെയ്തായിരിക്കും അയാൾ ഉപേക്ഷിച്ചത്. ഈ നെഗറ്റീവ് കമന്റ് എഴുതുന്ന സമയം അവളുമാരുടെ ബിഫോർ ആഫ്റ്റർ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അറിഞ്ഞാൽ മനസ്സിലാകും. അവരുടെ വീട്ടുകാർക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാണ്? വേറെ ഒരു പണിയുമില്ലേ എന്നാണ് ഒരു സ്ത്രീ കമന്റിൽ കുറിച്ചത്. ഇത്രയും വലിയ 2 ആൺമക്കളുള്ള ഒരാളാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ പിള്ളേരെ കുറിച്ച് ഒന്ന് ഓർത്തൂടെ? ആ ചേച്ചിയും പിള്ളേരും രക്ഷപ്പെട്ടു. ഇതുപോലെ ഒരു അച്ഛൻ ഇല്ലാത്തത് തന്നെയാണ് നല്ലത്. ആ മക്കളും അമ്മയും കൂടി സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നിങ്ങനെയുള്ള കമന്റുകളും പോസ്റ്റിന് താഴെ വരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറിനെതിരെ ഗായകൻ ഇമ്രാൻ ഖാൻ രംഗത്തെത്തിയത് ഏറെ വാർത്തയായി. സംഗീത റിയാലിറ്റി ഷോകളിലൂടെ താരമായി മാറിയ ഗായകനാണ് ഇമ്രാൻ ഖാൻ. ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ഇമ്രാൻ കയ്യടി നേടുന്നത്. പാട്ടുകൊണ്ട് കേൾവിക്കാരുടെ മനസ്സിൽ ഇടം നേടിയ ഗായകൻ ജീവിത പ്രാരാബ്ദങ്ങളിൽ വലഞ്ഞുപോയ സമയത്ത് ഇമ്രാന് സഹായം വാഗ്ദാനം ചെയ്ത് ഗോപി സുന്ദർ എത്തിയിരുന്നു. അത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. അന്ന് ഇമ്രാന് തന്റെ സിനിമയിൽ പാടാൻ അവസരം നൽകുമെന്നും ഗോപി സുന്ദർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വാക്ക് ഗോപി സുന്ദർ പാലിച്ചിട്ടില്ല എന്നാണ് ഇമ്രാൻ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ അന്ന് ഗോപി സുന്ദറിനൊപ്പം എടുത്ത ചിത്രമടക്കം പങ്കുവച്ചായിരുന്നു ഇമ്രാന്റെ രൂക്ഷ പ്രതികരണം. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.